വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ട് വിട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. നീ ഈ കാമുകികാമന്മാരെ കണ്ടിട്ടുണ്ടോ സണ്ണി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരും. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോടാ സണ്ണി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്മിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റിച്ചെല്ലിയൂടാ. അവൾക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ രോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ രണ്ടുപേരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലാന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ, എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാ. ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല, എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിലൊളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമല്ലേ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയമാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ റസണി, നമുക്ക് എന്നതേലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാണ്. അത് നീ എനിക്ക് വിട്ടേരെ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കുറെ നാള് കൂടി നീ വീട്ടിൽ പോന്നതല്ലേ? 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേടത്തിന്റെ മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടേന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മയെ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ ഈ ചേച്ചിക്ക്. ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നത്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചിലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. നേരെ ഒരുപാടാവുന്നു. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയാതെ നീ വേഗം വരാന്തലോട്ട് ചെല്ല്. ചാക്കോ നിന്നെ അങ്ങ് വീട്ടിലാക്കി തരും ജീപ്പില്.